ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പൈത്തന്റെ സെക്കൻഡ് മൊഡ്യൂള് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോക്കാം മക്കളെ. 15 മാർക്ക് നിങ്ങൾക്ക് വീണ്ടും ഉറപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു ചാപ്റ്റർ, അതായത് ഒരൊറ്റ ട്രിക്ക് പഠിച്ചാൽ മതി, ഒരേ ഒരു ട്രിക്ക് മാത്രം പഠിച്ചാൽ മതി. അതും മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ കൂടിയാണ് മൊഡ്യൂൾ 2. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ മൊഡ്യൂൾ 2-ൽ മെയിനായിട്ട് അൽഗോരിതം ആൻഡ് സ്യൂഡോ കോഡ്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഇതിൻ്റെ ഡെഫിനിഷനൊക്കെ നോട്ട്സ് ഉള്ളവരാണ്, നമ്മുടെ കയ്യിൽ നിന്ന് നോട്ട്സ് മേടിച്ചവരോ അല്ലാതെ നോട്ട്സ് ഉള്ളവരോ ആണെങ്കിൽ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം, റീസൺ പഠിക്കണം, അതിൻ്റെ കൺസ്ട്രക്ട്സ്, ഈ സീക്വൻസിങ്, സെലക്ഷൻ ഇതൊക്കെ എന്താണ് എന്നും അതിൻ്റെ ഇഫും കേസും അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തിയററ്റിക്കലി അറിഞ്ഞിരിക്കണം എന്താണ് സംഭവം എന്ന്. റെപ്പറ്റീഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ലൂപ്പുകളുണ്ട്. അപ്പോൾ ഫോർ ലൂപ്പൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. അപ്പോൾ അത് പഠിച്ചിരിക്കണം തീർച്ചയായിട്ടും. അതിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾ നോക്കിയിരിക്കണം. അപ്പോൾ പൈത്തൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത നോട്ട്സിൽ കംപ്ലീറ്റ് സോൾവ്ഡ് പ്രോബ്ലംസ് ഉണ്ട്. സോൾവ്ഡ് പ്രോബ്ലംസ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾ എത്രത്തോളം സോൾവ്ഡ് പ്രോബ്ലംസ് നോക്കിക്കൊണ്ട് പോകുന്നു അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടുള്ള പ്രഡിക്ഷൻ സീരീസിൽ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ ഫ്ലോ ചാർട്ട്, ഇതൊരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഫ്ലോ ചാർട്ടിൽ ഉപയോഗിക്കുന്ന സിമ്പിൾസ് ഉണ്ടാവണം, സ്റ്റാർട്ട് എൻഡിങ്, കാൽക്കുലേഷൻ, ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഏതൊക്കെയാണ്, കോൾ സെലക്ഷൻ എങ്ങനെയാണ്, ഫോർ ലൂപ്പ്. ഇവിടെ എന്തായാലും ഒരു പക്കാ ക്വസ്റ്റ്യൻ വരും മക്കളെ, 100% ഉറപ്പിച്ചോ. ഫ്ലോ ലൈൻ എങ്ങനെയാണ്, പിന്നെ ഈ കണക്ടർ, പല രീതിയിലുള്ള കണക്ടർ. അപ്പോൾ രണ്ട് സംഭവമാണ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഒന്ന് സ്യൂഡോ കോഡും മറ്റൊന്ന് ഫ്ലോ ചാർട്ടും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നതെന്നൊരു വല്ല പിടുത്തമുണ്ടോ? ഇതിൽ നിന്ന് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിയറി ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തിയറി ബേസ്ഡ് എന്തായാലും 3 മാർക്ക് ഉറപ്പിക്കാം നിങ്ങൾ തിയറി പഠിച്ചാൽ. അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ പാർട്ട് എയിൽ വരും. പിന്നെ ഉള്ളത് 9 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 2 പാർട്ടായിരിക്കും. ഒന്ന് എ പാർട്ട് 6 മാർക്കും ബി പാർട്ട് 3 മാർക്കും, അല്ലെങ്കിൽ തിരിച്ച് 5ഓ 4ഓ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നു ഫ്ലോ ചാർട്ട് വരയ്ക്കണം. എന്താണ് ഫസ്റ്റ് n നമ്പേഴ്സിൻ്റെ ജനറേറ്റ് ചെയ്യാനുള്ള, ഫസ്റ്റ് n നമ്പേഴ്സിൻ്റെ ഫിബൊനാച്ചി സീരീസ് സീക്വൻസ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഫ്ലോ ചാർട്ട്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ എത്രത്തോളം മാക്സിമം സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുമോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ സാധാരണ ചോദിക്കുന്ന ഫിബൊനാച്ചി സീരീസ് ആയിക്കോട്ടെ, അതുപോലെ അൽഗോരിതമിൽ n നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള സീക്വൻസ് ആയിക്കോട്ടെ, അതുമല്ല എങ്കിൽ റെസിപ്രോക്കൽ, ഫാക്ടോറിയൽ, അങ്ങനെയൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ജസ്റ്റ് ഒരു 5-6 നിങ്ങൾ സാധാരണ പഠിച്ചു വെച്ചാൽ ഈ ചാപ്റ്ററിൽ നിന്ന് 15 മാർക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ്. പിന്നെ നോക്കിയേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻ അൽഗോരിതം ടു ചെക്ക് വെദർ ഇൻഡിജർ ഇസ് പാലിൻഡ്രോം ഓർ നോട്ട്. പാലിൻഡ്രോം അറിയാലോ, നിങ്ങൾ +2-ലൊക്കെ പഠിച്ചതല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാലും സെയിം ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, അൽഗോരിതം. അപ്പോൾ ഇവിടെ ഫ്ലോ ചാർട്ട് വന്നു, ഇവിടെ അൽഗോരിതം വന്നു. നമ്മൾ പറഞ്ഞ ആ 2 പോർഷനിൽ നിന്ന് 3 മാർക്കിന് കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിയാൽ അടുത്തത് റൈറ്റ് ദി സ്യൂഡോ കോഡ്. അപ്പോൾ അൽഗോരിതം ഫ്ലോ ചാർട്ടും കഴിഞ്ഞാൽ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സ്യൂഡോ കോഡാണ്. അതും അൽഗോരിതം സ്യൂഡോ കോഡ് ഓൾമോസ്റ്റ് സെയിമും ആണ് മക്കളെ. അപ്പോൾ ഇവിടെ സ്യൂഡോ കോഡ് എഴുതാനാണ്. എന്താണ് ഇതിനെ ഇപ്പോൾ നിങ്ങൾ കഥയായിട്ടൊക്കെ ചിലപ്പോൾ ഒന്ന് വിചാരിക്കും, ഒരു കമ്പനി ഉണ്ട്, മറ്റേ കുറേ സെയിൽസ് നടത്തി. അപ്പം സംഭവം വരുന്നത് സ്മോളസ്റ്റും ലാർജസ്റ്റും നമ്പേഴ്സ് ഗിവൻ ലിസ്റ്റിൽ കണ്ടുപിടിക്കാനുള്ള സ്യൂഡോ കോഡ് എഴുതാനാണ്. അപ്പോൾ ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഇത് 6 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്യൂഡോ കോഡ് 6 മാർക്കിനാണ് വരുന്നത്. പിന്നെ ഒരു സിമ്പിൾ സ്യൂഡോ കോഡ്, കാൽക്കുലേറ്റ് ദി ഫാക്ടോറിയൽ. ഞാൻ നേരത്തെ പറഞ്ഞു, കുറേ എക്സാമ്പിൾസ് നോക്കുന്ന കൂട്ടത്തിൽ ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫാക്ടോറിയൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സം ആയിക്കോട്ടെ, അതുമല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ്, അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ സ്യൂഡോ കോഡ് അറിഞ്ഞിരിക്കണം, ഫ്ലോ ചാർട്ട് അറിഞ്ഞിരിക്കണം, പിന്നെ അൽഗോരിതം എഴുതാൻ അറിഞ്ഞിരിക്കണം. ഇത്രയും തിയറി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? ഒരു 5 മാർക്ക് കിട്ടും. ബാക്കി 10 മാർക്ക് ഒപ്പിക്കണമെങ്കിൽ നിങ്ങൾ എന്തറിഞ്ഞിരിക്കണം? അറ്റ്ലീസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് കോഡിംഗ്, പ്രോഗ്രാം എഴുതാൻ അറിഞ്ഞിരിക്കണം, സ്യൂഡോ കോഡ് എഴുതാൻ അറിഞ്ഞിരിക്കണം, അൽഗോരിതം എഴുതാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഈ സോൾവ്ഡ് എക്സാമ്പിൾസ് നോക്കിയാൽ മാത്രം മതി മക്കളെ, നിങ്ങൾക്ക് ഈ സെറ്റാക്കാം. അപ്പോൾ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസും ക്വസ്റ്റ്യനും പ്രഡിക്ഷനും ആൻസേഴ്സും ആയിട്ടൊക്കെ നമ്മൾ വരുന്നതാണ്. തൽക്കാലം നിർത്തും.